വളരെ ചെലവ് കുറച്ച് എങ്ങനെ രാജസ്ഥാൻ പോയി വരാന്ന് ഞമ്മക്കും വേണ്ടിട്ട് ഒരു ഉണ്ണിയപ്പം കൊണ്ടുവന്നാണ്. ജയ്പൂർ എത്തിയിട്ടുണ്ട് ഞങ്ങള്. അതെ, നമ്മൾ ഏതാണ്ട് ഒരു 38 മണിക്കൂർ പ്രത്യേകമായിട്ടുള്ളൊരു കഴിവാണ്. കഴിഞ്ഞിട്ടില്ല പണി. ആ ഒരു ടൈപ്പ് വാളയാണ്. വെള്ളം നിറയുമ്പോ ഒരു നില മാത്രമേ നമ്മൾ മുകളിലായിട്ട് കാണുള്ളൂ. രാജസ്ഥാന്റെ ഏറ്റവും ഐക്കണിക് ഐറ്റം ആയിട്ടുള്ള അപ്പോ നമ്മള് പോവാണ്. എവിടേക്കാ പോണേ? രാജസ്ഥാനിക്കാണ് പോണേ. ഞങ്ങള് ബഡ്ജറ്റ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആദ്യമായിട്ടാണ് വ്ളോഗൊക്കെ ചെയ്യുന്നത്. ഒന്നും അറിയില്ല. ട്രെയിൻ ട്രെയിൻ ഏതാ? മരുസാഗർ എക്സ്പ്രസ് ആണ്. ആകെ രാജസ്ഥാനിക്ക് ആകെ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. ട്രെയിൻ മരുസാഗർ എക്സ്പ്രസ് മാത്രമാണ്. ഞങ്ങളെല്ലാരും ട്രെയിനിൽ കയറിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. എല്ലാവരും കയറിയ ഉടനെ തന്നെ കടന്നിട്ടുണ്ടോ. ഇനി നാളെ ബാക്കി നമുക്ക് ഇനി രാജസ്ഥാന്റെ മണ്ണിലേക്ക്. നമ്മള് രാജസ്ഥാനിലേക്കുള്ളൊരു യാത്രയിലാണ്. വളരെ ചെലവ് കുറച്ച് എങ്ങനെ രാജസ്ഥാൻ പോയി വരാന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. നമ്മളിപ്പോ ഇന്നലെയാണ് ട്രെയിനിൽ കയറിയത് അല്ലേ? കോഴിക്കോട് നിന്നാണ് നമ്മള് ട്രെയിനിൽ ഇന്നലെ കയറിയത്. ഈ ട്രെയിൻ എന്ന് പറഞ്ഞാല് ട്രെയിൻ നമ്പർ എത്ര? 12977. ഇത് എറണാകുളത്ത് നിന്നും അജ്മീർ വരെയാണ് ഈ ട്രെയിൻ. ആകെ നമുക്ക് കേരളത്തിൽ നിന്ന് രാജസ്ഥാൻ പോകാൻ ആകെ ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോ അല്ലാതെ എങ്ങനെ പോകാൻ കഴിയും? കണക്ഷൻ ട്രെയിനിലേക്ക് പോവാം. ഡൽഹി വഴി പോവാം. അതുപോലെ തന്നെ കോട്ട വഴിയൊക്കെ നമുക്ക് പോകാവുന്നതാണ്. അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ഒരു വ്ളോഗിംഗ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചിലപ്പോ കുറവുകളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. റെഡി അല്ലേ എല്ലാരും? ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. 5 ചായ നമ്മള് പുറത്തുനിന്ന് വാങ്ങാൻ. ട്രെയിനിൽ നിന്ന് വാങ്ങിയിട്ടില്ല, പുറത്തുനിന്ന് വാങ്ങാൻ. നമ്മളെ കയ്യില് ബ്രെഡും ജാമൊക്കെ ഉണ്ട്. അത് കൂട്ടി അടിക്കാനുള്ള പരിപാടി. ബ്രെഡ് ബജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ബ്രെഡ് അതുപോലെ ജാമ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ബ്രെഡാണ് നമ്മളെ ഇത് ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ തന്നെ ആവും. അപ്പൊ നമ്മളെ അരീക്കോടുള്ള സ്വദേശി നമ്മളെ ട്രെയിൻ കോ പാസഞ്ചർ ആണ്. ഉണ്ണിയപ്പം തന്നിട്ടുണ്ട്. നമ്മളൊരു സഹയാത്രിക ഞമ്മക്കും വേണ്ടിട്ട് ഒരു ഉണ്ണിയപ്പം കൊണ്ടുവന്നാണ്. ടൈം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്താന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. രാത്രി പനവേലിൽ നിന്ന് വാങ്ങിയ നല്ല സാധാ ചോറും അയിലക്കറി 100 രൂപ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അത്യാവശ്യം മോശമല്ലാന്നോ? വീട്ടിൽ നിന്ന് കഴിക്കണ കാര്യണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നലെ നമ്മള് ഡേ 1 കഴിഞ്ഞു. ഒരു ദിവസത്തെ നമ്മളെ ട്രെയിൻ യാത്ര പുരോഗമിക്കുകയാണ്. രണ്ടാമത്തെ ദിവസത്തേക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ മധ്യപ്രദേശിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. അവലുണ്ട്. അവലും എന്താ കടലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പുമാവ് കഴിക്കണ്ടേ. നമ്മളെ ടേസ്റ്റ് നോക്കിയിരുന്നു, നല്ല രസമുണ്ട്. ഇവിടുന്ന് വാങ്ങിയ ട്രെയിനിൽ നിന്ന് വാങ്ങിയ ഉപ്പുമാവുണ്ട്.
ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ജയ്പൂർ എത്തും. അവിടെ നിന്നുള്ള വിശേഷങ്ങളായിരിക്കും കാണാം. ഓക്കെ. നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. കോടൊക്കെ മൂടിയ ഒരു ക്ലൈമറ്റ്. അത് സമൂസ കച്ചോരി മധ്യപ്രദേശിലെ പക്കോട രസമല്ലോ. പുറത്തൊരുപാട് സെയിം ആയിട്ട് ഒരേ കാഴ്ചകൾ തന്നെ ആയതുകൊണ്ടാണ് പുറത്തെ കാഴ്ചകൾ അങ്ങനെ ഉൾപ്പെടുത്തായിരുന്നത്. വരണ്ട ഒരു ഭൂപ്രകൃതി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ദുർഗാപുര എന്നുള്ള സ്റ്റേഷനാണ് ജയ്പൂരിന്റെ തൊട്ട് മുന്നുള്ള മഹാരാജാസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രസ് ആണ്. ലക്ഷറി എക്സ്പ്രസ് ട്രെയിൻ. ഹലോ, ഏകദേശം 2 ദിവസത്തോളമുള്ള യാത്ര നമ്മൾ അവസാനിച്ചിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുക. ജയ്പൂർ എത്തിയിട്ടുണ്ട് ഞങ്ങള്. അതെ, നമ്മൾ ഏതാണ്ട് ഒരു 38 മണിക്കൂർ ട്രെയിനിലെ യാത്രയിലാണ് കഴിഞ്ഞു. ഇപ്പൊ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെ റൂം നോക്കണം. ജയ്പൂർ അല്ലേ, ബസ് സ്റ്റാൻഡിന്റെ ഏകദേശം അടുത്തായിട്ടാണ് റൂം നോക്കാൻ. ട്രെയിനിൽ നമുക്ക് ഒരുപാട് അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അല്ലേ. കേരളത്തിൽ നിന്നുള്ള കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അതേപോലെ തന്നെ രത്നഗിരി എന്നുള്ളൊരു റിട്ടയർഡ് പോലീസ് ഓഫീസറെ കിട്ടി. പിന്നെ ഒരുപാട് ആളുകളായിട്ട് പരിചയമായി. ഇനി നമുക്ക് ഇവിടെയുള്ള റൂമുകൾ നോക്കാം അല്ലേ. ഓക്കെ. നമ്മൾ ലഞ്ച് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 200 മീറ്റർ ദൂരമുള്ളൂ. ബസ് സ്റ്റാൻഡ് പോണോട് തന്നെയാണ് ഹോട്ടല്. മഷ്റൂം മസാല, എന്താണ്, റൊട്ടി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. കുഴപ്പമില്ല, രസമുണ്ട്. നല്ല ഫുഡ്, നല്ല ടേസ്റ്റി, നല്ല റൊട്ടി അല്ലേ, നല്ല ചൂടുള്ള. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ഓട്ടോ കയറി ഹവാമാലിൻ്റെ അവിടേക്ക് പോരുകയായിരുന്നു. അപ്പോൾ ഓട്ടോ ചാർജ് 190 രൂപയാണ് വന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വരാൻ നേരത്താണ് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത്. ഇവിടുന്ന് മെട്രോ ഉണ്ടായിരുന്നു. മെട്രോ സ്റ്റേഷൻ ഇവിടെ വളരെ അടുത്ത് തന്നെ ആയിരുന്നു. മെട്രോക്ക് ഒരാൾക്ക് 15 രൂപ മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിനി വരുമ്പോൾ മെട്രോ ചൂസ് ചെയ്യുന്നതാവും നല്ലത്. റൂം എടുത്താണ് ഇവിടെ മാനേജർ. ഇതാ റൂം എടുത്തുട്ടോ. ഇവിടെ ഹവാമാലിന്റെ അടുത്ത് പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് റൂം. നല്ല അടിപൊളി റൂം. സിറ്റി തന്നെയാണ്. 5 ആളുകൾക്ക് 2000 രൂപ അല്ലേ. 3500 റുപ്യ വരെ പറഞ്ഞു നമുക്ക് 5 ആളുകൾക്ക്. പക്ഷെ നമ്മൾ പറഞ്ഞ് 2000 റുപ്യൊക്കെ ആക്കി അല്ലേ. നല്ല റൂമാണ്. ഇതാണ് റൂം കേട്ടോ. ഒരാൾക്ക് 400 റുപ്യ. ഞങ്ങൾ 5 പേരാണുള്ളത്. നല്ല വൃത്തിയുള്ള ബാത്റൂം. ഹോസ്റ്റല് ഡോർമെറ്ററി ഒക്കെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഒരാൾക്ക് 800, 1000, 1100 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഇവിടുത്തെ റേറ്റ്. അപ്പോൾ ഞങ്ങളത് എടുത്തില്ല. ഹലോ, ഹായ്. ജയ്പൂരിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. ഞങ്ങൾ 2:30 ആയപ്പോൾ ജയ്പൂരിലെത്തി. റൂം എടുത്തു. 400 രൂപക്ക് ഒരാൾക്ക് പെർ ഹെഡിന് വരുന്ന രീതിയിൽ റൂം കിട്ടി. ഇതാണ് ഹോട്ടല്. ഇവിടെ ജയ്പൂരിലുള്ള ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് റൂമുള്ളത്. നമ്മളെ റൂമിൽ നിന്ന് ഒരു 500 മീറ്റർ മാത്രമുള്ള അതിന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇപ്പൊ പോകുന്നുണ്ട്. രാത്രി നല്ല ലൈറ്റ് ആയിട്ടുള്ള സീനറി ഒക്കെ ഉണ്ട് അവിടെ.
വലിയ പപ്പടം. ഒന്നിന് എത്ര പറഞ്ഞേ? 20 ഉറുപ്പ്യ കേട്ടോ ഒന്നിന് പറഞ്ഞേ. ഗൂഗിൾ പേ ജിപേ ജിപേ എങ്ങനെയുണ്ട്? അടിപൊളി സാധനം. അരിപ്പട്ടം ഉണ്ടാക്കണം क्या नाम है पाजी? लाकी चूड़ी कैसे बनाता है? अच्छा, इधर बहुत सेल होता है, बहुत सेल होता है. कितना का आता है एक पीस? कितना का आता है ये? अभी हो गया और बाकी है करने के लिए. ഇത് മരത്തിൽ നിന്നുള്ളൊരു സാധനമാണെന്നാണ് ഇയാൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേകമായിട്ടൊരു കഴിവാണ്. കഴിഞ്ഞിട്ടില്ല പണി. ആ ഒരു ടൈപ്പ് വാളയാണ്. നാം ഉറക്കുവാൽ പോലിയെ ലാക്ക്. ലാക്ക് എന്നാണ് ഇതിന്റെ പേര്. ലാക്ക്. കിतना आता है इसको? 300 है ना? पैर को 300. 300 രൂപയാണ് അതിന് ജോഡിക്ക് വരുന്നത്. ഇതാണ് ജയ്പൂർ സിറ്റി പാലസ്. മഹാരാജ സ്വാമിമാൻ സിംഗ് രണ്ടാമന്റെ മ്യൂസിയം ആണിത്. ഇത് ഇപ്പോൾ ക്ലോസ് ആണ്. നാളെ രാവിലെ 9:30 ഇത് തുറക്കുള്ളൂ. ഇതാണ് പാലസ്, സിറ്റി പാലസ് എന്ന് പറഞ്ഞത്. ഈ സിറ്റി പാലസ് കിടക്കുന്നത് നമ്മളെ ഹവാമഹലിന്റെ അടുത്ത് തന്നെയാണ്. കുറച്ച് നടക്കാൻ മാത്രമുള്ള ദൂരേ ഉള്ളൂ. ഈ സിറ്റി പാലസിന്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ 1959 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹലോ, ഞങ്ങളവിടെ സിറ്റി പാലസിന്റെ വന്നപ്പോ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു 3-4 സ്ഥലങ്ങൾ ഇപ്പൊ രാത്രിയുള്ള 3-4 സ്ഥലങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എത്ര പറഞ്ഞ ഓട്ടോക്ക്? 400 രൂപ. നിങ്ങൾക്ക് 4 ആൾക്ക് 5 ആൾക്ക് 400 രൂപ പറഞ്ഞു. 4-5 പ്ലേസസ് ഉണ്ട് രാത്രി ഓപ്പൺ ആവണെന്ന് പറഞ്ഞേ. അതിലൊന്നാണിത് മോജ് മഹൽ. സംഭവം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അല്ലേ. ഒരു മോളൊക്കെ പോലെ ഉണ്ടാക്കിയ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള 525 രൂപയാണ് ഒരാൾക്ക് കയറാന്. അപ്പൊ ഞങ്ങളിത് കേറുന്നില്ല, പുറത്തുനിന്ന് ഇങ്ങനെ കണ്ട് പോരാണ്. ജൽമഹലിലേക്ക് എത്തിയിട്ടുണ്ട്. രാത്രി വ്യൂ. മൗജ് മഹലിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോകുന്നിട്ടുള്ള ഇവിടെ ജൽമഹലിലേക്കാണ്. ജലകൊട്ടാരം എന്നറിയപ്പെടുന്ന ഈ ഒരു തടാകത്തിന്റെ നടുവിൽ കാണപ്പെടുന്ന ഈ ഒരു കൊട്ടാരം. പിന്നെ മഹാരാജാവ് പ്രഭാത് സിംഗ് തന്നെയാണ് ഈ ഒരു സിറ്റി പാലസ് നിർമ്മിച്ചിട്ടുള്ള മഹാരാജാവ് തന്നെയാണ് ഈ ഒരു ജൽമഹൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ ജൽമഹൽ കൊണ്ട് അന്നത്തെ മഹാരാജാവ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അവരുടെ രാജകുടുംബത്തിനുള്ള ഒരു വിനോദ കേന്ദ്രവും മാത്രവുമല്ല അവരുടെ വേട്ടയാടലിനുള്ളൊരു കേന്ദ്രവുമായിട്ടാണ് ജൽമഹൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ 4 നിലകളാണ് ഈ കൊട്ടാരത്തിനുള്ളത്. വെള്ളം നിറയുമ്പോൾ ഒരു നില മാത്രമേ നമ്മൾ മുകളിലായിട്ട് കാണുള്ളൂ. ഇതിന്റെ അടിയിലേക്ക് ഒരു 3 നിലയും കൂടി ഈ ഒരു ജൽമഹലിലുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് രാജസ്ഥാന്റെ ഏറ്റവും ഐക്കണിക് ഐറ്റമായിട്ടുള്ള ഹവാമഹലിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഹവാമഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഒരു കൊട്ടാരാണിത്. 1799 പ്രതാപ് സിംഗ് എന്ന് പറയുന്നവരുടെ മഹാരാജാവ്, അന്ന് ജയ്പൂർ ഭരിച്ചിരുന്ന മഹാരാജാവാണ് ഈ ഒരു കൊട്ടാരത്തിന്റെ പണി തീർത്തിട്ടുള്ളത്. ഏകദേശം 953ഓളം ജനൽവാതിലുകളാണ് ഇതിനുള്ളത്. അത് എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സ്ത്രീകൾക്ക്, റാണിമാർക്ക് ഇവിടെ അങ്ങാടിയിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അന്നത്തെ മഹാരാജാവ് ഇവിടെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം മഹാറാണികൾക്ക് കാണാൻ വേണ്ടി, റാണികൾക്ക് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു കൊട്ടാരം. ഹവാമഹൽ എന്ന് പേര് വരാൻ കാരണം ഇത്രയും ജനപാളികൾ ഉള്ളത് കൊണ്ട് തന്നെ, ഒരു നല്ല കാറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഹവാമഹൽ, കാറ്റിന്റെ കൊട്ടാരം എന്ന പേര് ഇതിന് വരാൻ കാരണം. ഈ ഹവാമഹലിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ടാറ്റു കഫേ ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു വിൻഡ് വ്യൂ കഫേ എന്ന് പറയുന്നത് ഒരു കഫേ ഉണ്ട്. ഈ കഫേന്റെ ഏറ്റവും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഒരാൾക്ക് 200 രൂപയാണ് ചാർജ് ആയിട്ട് വരുന്നത്. രാത്രിയിലെ ഡിന്നർ കഴിക്കാൻ വന്നാണ്.
ജയ്പൂരിലെ ഫേമസ് റെസ്റ്റോറൻ്റായ മുഹമ്മദ് അലി റെസ്റ്റോറൻറ്റ്, മുഹമ്മദ് അലി പാലസ്. ഇവിടെ ചോദിച്ചാൽ മതിയാവും, എല്ലാവർക്കും അറിയുണ്ടാവും. എന്താണ് സാധനം? ചിക്കൻ ദം ബിരിയാണി. അടുത്ത നമ്മള് ചിക്കൻ ബിരിയാണിന്റെ ഒപ്പം ഓർഡർ ചെയ്തതാണ്. എന്താ? അഫ്ഗാനി ചിക്കൻ റോസ്റ്റഡ് അഫ്ഗാനി. ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹോട്ടലിലേക്ക് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ്. ഇനി മടക്കത്തിലുള്ള കാഴ്ചകളും കൂടി ഒന്ന് കാണാം. ഇത് നമ്മളെ റൂമിന്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ നമ്മൾ പല ഷോപ്പുകളും കണ്ടു. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടി എല്ലാ പീസും ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കാണ്. അല്ല 1-2 ഐറ്റം നമ്മളെ കടലമുട്ടായി പോലുള്ള ഐറ്റം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസുകളുണ്ട്. ഒരു വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത്.